ഹലോ ചിൽഡ്രൻ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കെമിസ്ട്രി വളരെ എളുപ്പമായിരുന്നു, വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേസമയം നിങ്ങൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, ആൻസേഴ്സ് നിങ്ങൾ പ്രതീക്ഷ പോലെ നിങ്ങൾക്ക് കിട്ടുന്നുമില്ല. അങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് കെമിസ്ട്രിയുടെ ഒരു ജനറൽ ബിഹേവിയറാണ്. അപ്പോൾ അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മാറാം എന്നുള്ളത് ഈ മൊത്തം വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയുടെ അടുത്ത് നീറ്റ് ആസ്പിറൻറ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുവാണ്, ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് ടഫസ്റ്റ് സബ്ജക്റ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ആദ്യം പറയുക ഫിസിക്സ് ആയിരിക്കും. ഏറ്റവും എളുപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ബയോളജി ആയിരിക്കും. കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് എപ്പോഴും ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ കെമിസ്ട്രിയെ ഒരു പർട്ടിക്കുലർ മോഡിൽ ഹാക്ക് ചെയ്താൽ മാത്രമേ എളുപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നീറ്റിന് 45 ക്വസ്റ്റ്യൻസാണ്, 45 ക്വസ്റ്റ്യൻസാണ് നീറ്റിന് കെമിസ്ട്രിക്കകത്തുള്ളത്. 180 മാർക്സാണത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 19 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇതെല്ലാം കൂടെ കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. ഈ 45 ക്വസ്റ്റ്യൻസ് 19 ചാപ്റ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ 19 ചാപ്റ്ററിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഒരു ഈവൻ മോഡിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇൻ ആവറേജ് ഒരു 2 ക്വസ്റ്റ്യൻ പെർ ചാപ്റ്റർ എന്നെനിക്ക് പറയേണ്ടി വരും. പക്ഷേ വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് ചില ചാപ്റ്റേഴ്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചില ചാപ്റ്റേഴ്സിൽ നിന്ന് 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ വരുന്ന അവസ്ഥകളും ഉണ്ട്. എനിവേ, നിങ്ങളത് മൊത്തം പഠിച്ചാൽ മാത്രമേ, മൊത്തം ഒന്ന് കവർ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻറ്റയർലി കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കവർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായി സ്മാർട്ടായിട്ട് എങ്ങനെ കെമിസ്ട്രി ഹാക്ക് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് സിലബസിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. കെമിസ്ട്രിയുടെ സിലബസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് 3 അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽസാണ്, കൺസെപ്റ്റ്സും ഉണ്ട്, ന്യൂമറിക്കൽസുമാണ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ഫിസിക്കൽ കെമിസ്ട്രിക്കകത്ത് ഈ ഫോർമുലാസ് ഉണ്ടല്ലോ, ഫോർമുലയെല്ലാം നിങ്ങൾ കൃത്യമായി ഫോർമുല കാർഡ്സ് ഉണ്ടാക്കി അതിനകത്ത് കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ്സും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. കൺസെപ്റ്റ്സ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇനി അടുത്ത് ഇനോർഗാനിക്കിലോട്ട് വന്നു കഴിഞ്ഞാലോ, ഇനോർഗാനിക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നീറ്റ് ആസ്പിറൻസ് ആണല്ലോ, അപ്പോൾ ബയോളജി ഇഷ്ടപ്പെടേണ്ടവരാണ്. ബയോളജി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടേണ്ട ഏരിയയാണ് ഇനോർഗാനിക് എന്ന് പറയുന്നത്. കാരണം NCERT ടെക്സ്റ്റിൽ എന്തുണ്ടോ അത് തന്നെയാണ് ഇനോർഗാനിക്കിനകത്ത് ചോദിക്കാൻ പോകുന്നത്. ഫുള്ള് തിയറിയാണ് അതിനകത്ത് ഇനോർഗാനിക്കിനകത്ത് മെയിൻലി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനോർഗാനിക് എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ലാസ്റ്റ് നമ്മൾ ഓർഗാനിക്കിലോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. ഓർഗാനിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ കൺസെപ്റ്റിലോട്ട് കയറും. കൺസെപ്റ്റ് അല്ല, ബേസിക്കലി അതിനകത്ത് മെക്കാനിസംസും റിയാക്ഷൻസിലോട്ടും കയറും. അപ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടി വരിക, നിങ്ങൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ഇനോർഗാനിക്കിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതാണ് നിങ്ങളുടെ എൻറ്റയർ സിലബസിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇനി ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു 4 സ്റ്റെപ്സ് വരുന്ന സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നാലോ. ആദ്യത്തത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT കംപ്ലീറ്റ്ലി പഠിച്ചു തീർത്തിട്ട് മാത്രമേ നിങ്ങൾ മറ്റെന്തും നോക്കേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ, ഫിസിക്കൽ കെമിസ്ട്രിയുടെയും നമ്മുടെ ഓർഗാനിക്കിൻ്റെയും കേസിൽ, ഇത് രണ്ടിൻ്റെയും കേസിൽ NCERT ആണ് ആദ്യം പഠിച്ച് തീർക്കേണ്ടത്. ഇനോർഗാനിക്കിന് നമുക്ക് കുറച്ചുകൂടെ മറ്റ് ടോപ്പിക്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കാം. എനിവേ, NCERT നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫിസിക്കൽ കെമിസ്ട്രി റിലേറ്റ് ചെയ്താണ് ഞാൻ പറയുന്നത്, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക, ഫോർമുല ഷീറ്റ്സ് ഉണ്ടാക്കുക. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു മൾട്ടി കളേർഡ് ഹൈലൈറ്ററൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിനകത്ത് അതിനെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. റിവിഷൻ ടൈമിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. റിവിഷൻ ടൈമിൽ വീണ്ടും ഈ ടെക്സ്റ്റ് മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായ പോയിൻറ്റ്സ് മാത്രം വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. മൂന്നാമത്, ഇത്രയൊക്കെ ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി അതിനെ എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മിനിമം 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും എടുക്കണം. മിനിമമാണ് ഞാൻ ഈ പറയുന്നത്. 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും എടുത്ത് അതിനെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആകത്തുള്ളൂ.
ഇനി ലാസ്റ്റ് നാലാമത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. കെമിസ്ട്രി മാത്രം പഠിച്ചാൽ പോരാ, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, എല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ തിയറി കാര്യങ്ങൾ പഠിക്കാനായിട്ടും അതിനുശേഷം അതിനെ പ്രാക്ടീസ് ചെയ്യാൻ. തിയറി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റിലുള്ള കൺസെപ്റ്റ് മാത്രമാണെന്ന് വിചാരിക്കരുത്, പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളെല്ലാം വരും. അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യാൻ ദിവസം 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഇൻ എഫക്റ്റ് 2 മണിക്കൂർ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് മാറ്റിയേ പറ്റുള്ളൂ ഫോർ കെമിസ്ട്രി, ഫോർ കംപ്ലീറ്റ് സക്സസ്. ഇനി എക്സാം ഡേയുടെ അന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നു എന്ന രീതിയിൽ നിങ്ങളതിനെ കാണരുത്. നിങ്ങൾ എപ്പോഴും അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം കെമിസ്ട്രി അപ്പിയർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആദ്യം ഹാൻഡിൽ ചെയ്യുക. കാരണം കെമിസ്ട്രി മിക്കവാറും ബാലൻസ്ഡ് ആയിരിക്കും. ഫിസിക്സിനെ പോലെ ആയിരിക്കത്തില്ല, ബയോ പോലും ആയിരിക്കത്തില്ല. അത് അത്യാവശ്യം ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. ഇനി അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ന്യൂമറിക്കൽസിൽ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഒരു ഇക്വേഷൻ എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കി, നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയില്ല, സ്കിപ്പ് ഓൺ ദ നെക്സ്റ്റ് സെക്കൻഡ്. വീണ്ടും അത് വെച്ചുകൊണ്ടിരുന്ന് കളയരുത്. ഒരു കാരണവശാലും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്. പിന്നെ നിങ്ങൾ പ്രോപ്പർലി എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സെക്കൻഡ് റൗണ്ട് കിട്ടും. നിങ്ങൾ ആദ്യത്തെ റൗണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് കിട്ടും. ആ സെക്കൻഡ് റൗണ്ടിൽ മാത്രമേ വീണ്ടും അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാവൂ. കാരണം ആ 4 മാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്, 720-ൽ ബാക്കി എൻ്റയർ മാർക്ക് അവിടെ പെൻഡിങ് ആണ്. അതിനെ മൊത്തം നമുക്ക് തിരിച്ച് കിട്ടേണ്ട ആവശ്യമുണ്ട്. ആ മൊത്തം മാർക്സ് നമുക്ക് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ 4 മാർക്കിന് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കളയരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് നമുക്ക് റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്, മെക്കാനിസംസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ച് വെച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ കൺസെപ്റ്റിലായിരിക്കും ഈ കാര്യം പഠിച്ച് വയ്ക്കുക. അതിന് എപ്പോഴും ഒരു ഫസ്റ്റ് ടച്ച് കൊടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആദ്യം അതിൽ എന്ത് തോന്നുന്നു അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. വീണ്ടും അത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇനോർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 4 ഓപ്ഷൻസാണ് കിട്ടുക. ഈ 4 ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ചില ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടറിയാം ഇതായിരിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രോബബിലിറ്റിയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ 4 ഓപ്ഷനാണുള്ളത്. സോ അതിൽ ഒരെണ്ണമേ കറക്റ്റ് ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് 1/4 ആണ് പ്രോബബിലിറ്റി, കറക്റ്റ് ആൻസറിൻ്റെ പ്രോബബിലിറ്റി. അതായത് 25% അതിൽ ശരിയായിരിക്കും, 75% അതിനകത്ത് റോങ് ആൻസർ ആയിരിക്കും. 4 ഓപ്ഷൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു വിൽ ഗെറ്റ് 1 കറക്റ്റ് ആൻസർ ഔട്ട് ഓഫ് 4 എന്നുള്ളതാണ്. ഇനി നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, പിന്നെ 2 ഓപ്ഷൻ കൂടെ നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് അവിടെ അത് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 50% ആയിട്ട് കൂടും. 25% നിന്ന് 50% ആയിട്ട് കൂടും. അതാണ് നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എക്സാം ഡേയിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക. ഇനി എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കുട്ടികൾ സ്ഥിരമായി കാണിക്കുന്ന മിസ്റ്റേക്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് തൊടത്തില്ല. അതിനേക്കാളും വലിയൊരു മണ്ടത്തനം വേറെയില്ല. NCERT ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് ഇസ് എ ബിഗ് മിസ്റ്റേക്ക്. ഇനി രണ്ടാമത് കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽസിന് അങ്ങ് സ്കിപ്പ് ചെയ്യും. അതായത് ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പറയുമല്ലോ, ഫിസിക്കൽ കെമിസ്ട്രിക്ക് അത് ന്യൂമറിക്കൽസാണ് വരുന്നത്. ന്യൂമറിക്കൽസ് പാടാണെന്ന് പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് സ്കിപ്പ് ചെയ്യും. എൻ്റെ കുട്ടികളെ, ഫിസിക്കൽ കെമിസ്ട്രിക്കകത്ത് നിങ്ങൾ ഫോമുലയാണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഫോമുല നിങ്ങൾ പഠിച്ച് അതിനെ അപ്പിയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ന്യൂമറിക്കൽസ് സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരുന്ന പോലെയല്ല. എൻട്രൻസിനായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ക്യാൻസൽ ഔട്ടൊക്കെ ചെയ്തു പോയി വളരെ പെട്ടെന്ന് തന്നെ ആൻസറിൽ എത്തുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കഥ ഇതാണ്: ഒരു 4 മാർക്ക് പെട്ടെന്ന് കിട്ടേണ്ട ഒരു 4 മാർക്കിനെ നിങ്ങൾ കളയുവാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഒരു കാരണവശാലും അത് ചെയ്യരുത്. അതുപോലെ ചില കുട്ടികളുണ്ട്, അവർ ഈ ഓർഗാനിക് മൊത്തം പഠിക്കും, കാണാതെ അങ്ങ് പഠിക്കും. ഓർഗാനിക്കിനകത്ത് മൊത്തം റിയാക്ഷൻസാണ് ഉള്ളതെന്ന് ഞാൻ പറയായിരുന്നു. ലോജിക്ക് അപ്ലൈ ചെയ്താണ് നമ്മൾ അതിനകത്ത് ഒരു ഫൈനൽ ആൻസറിലോട്ട് എത്തുന്നത്. ഇത് മൊത്തം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്താൻ പോകുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മിക്കവാറും തെറ്റായിരിക്കും. ഒരു കാരണവശാലും റിയാക്ഷൻസ് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. പിന്നെ കാണിക്കുന്നൊരു വലിയ ബ്ലണ്ടറാണ്, എല്ലാം പഠിക്കും എന്നാൽ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യത്തില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത് മൊത്തം പഠിച്ചിട്ട് ഒരു കാര്യമില്ല കുട്ടികളെ. പിന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു,
ഡിഫറെൻറ്റ് കളേർഡ് ഹൈലൈറ്റേഴ്സുമായിട്ട് നിങ്ങൾ ഇരിക്കുക. റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ കണ്ണോടിച്ചാൽ മതി. നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്താണ് പോകുന്നതെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറിച്ച് നോക്കുമ്പം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഇത് ആ റിയാക്ഷനാണ്, ഇന്ന കാര്യമാണ് ഞാനീ പഠിച്ചത് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും അതിനുള്ളൊരു ആൻസർ തന്നിരിക്കും. ട്രസ്റ്റ് മീ. ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയുണ്ട്, അഞ്ജലി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയുടെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഒരു അവസരത്തിൽ എനിക്കത് പറയണമെന്ന് തോന്നി. അഞ്ജലി ആക്ച്വലി ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അഞ്ജലിയുടെ അക്കാഡമിക്സ് നോക്കിക്കഴിഞ്ഞാൽ, ബോർഡ് അക്കാഡമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സലൻറ്റ് മോഡിലൊന്നും അല്ല അഞ്ജലി. ഒരു ആവറേജ് മോഡിൽ പോകുന്നൊരു കുട്ടിയായിരുന്നു. അഞ്ജലി ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ജലി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി അതുപോലെ ഫോളോ ചെയ്തു. അതുപോലെ ഫോളോ ചെയ്തു. ടൈം മാനേജ്മെൻറ്റ്, അഞ്ജലിയുടെ ടൈം മാനേജ്മെൻറ്റിനെ പ്രൈസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അത്രയും കൃത്യമായി ആ കുട്ടി ടൈം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലി ആ ചെയ്തതിൻ്റെ സക്സസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് നീറ്റിന് അഞ്ജലിക്ക് 615 മാർക്സ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 720. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ അഞ്ജലിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെ കയറുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്ററാണ്, റിപ്പീറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി തീരുമാനിച്ചു. എനിക്ക് ഉറപ്പാണ് ഇപ്രാവശ്യം അഞ്ജലി അത് 700+ ആക്കും ഫോർ ഷുവർ. ആ ഒരു മോഡിലാണ് അഞ്ജലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ എക്സ്ട്രാ സ്മാർട്ടോ അല്ലെങ്കിൽ അക്കാഡമിക്സിൽ ഭയങ്കര ബ്രില്യൻ്റോ ഒന്നും ആവേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. ആ ഡിറ്റർമിനേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ പെർഫെക്റ്റ്ലി ആ പ്ലാൻ അനുസരിച്ച് തന്നെ പോവുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ അഞ്ജലി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരെ ഞാൻ പറയുള്ളൂ എങ്കിലും പല കുട്ടികളും അത് ചെയ്തതായിട്ട്, ഈ ഒരു പ്ലാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആ പ്ലാനിൽ നിങ്ങളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ദ സക്സസ് വിൽ ബി യുവേഴ്സ്. അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നിങ്ങൾ NCERT തന്നെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുക. 2, നിങ്ങളതിൻ്റെ നോട്ട്സ്, പ്രോപ്പറായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. മൂന്നാമത്തത്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. 4മത്തത്, ഇത് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു എ സക്സസ്. അതൊരു തംസപ്പ് ആയി തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. സോ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. ക്രാക്ക് യുവർ നീറ്റ്, become doctors. Thank you.